എന്തൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചത്? കുഴിമന്തി, ഷവായി, വയറിപ്പ് പൊട്ടും. ഇതിനൊക്കെ പൈസ എവിടെ നിന്ന്? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അത് പറഞ്ഞപ്പോഴാ രാവിലെ ഒന്ന് എണീറ്റ് മുതലേ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം. എന്ത് പറ്റി? എനിക്കറിഞ്ഞൂടാ. ഒരുപാട് സ്നേഹമായപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കാര്യം ചോദിച്ചു. അപ്പോഴല്ലേ ഞാൻ അറിയണത് അവളുടെ അയൽക്കൂട്ടത്തിൻ്റെ ഘോഷയാത്രയ്ക്ക് മാവേലിയായിട്ട് മുമ്പിൽ നടക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് നിങ്ങളെന്തോ പറഞ്ഞു? ആട്ടി ഓട്ടിച്ചില്ലേ ഞാൻ അവളെ. അത് കഴിഞ്ഞ് എൻ്റെ അനിയ ഉണ്ടല്ലോ, അവ ഒരു ഷർട്ടും കൊണ്ടുവരണം. ഷർട്ടല്ലേ, അതിനിപ്പോ എന്ത്? അങ്ങനെ ആ ഷർട്ടും എടുത്തിട്ട് ഞാൻ ബട്ടൺസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അവ സ്നേഹത്തോടെ എൻ്റെ അടുത്ത് പറയല്ലേ, ചേട്ടാ കോളേജിൽ ഓണപ്പരിപാടി നടക്കുകയാണ്, ഒന്നൊന്ന് പുലി കളിക്കാമോ എന്ന്. എന്നിട്ട് നിങ്ങൾ അവനൊന്നും പറഞ്ഞില്ലേ? പറയാതെ പിന്നെ, ഞാൻ അവനെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഞാനേ കഷ്ടപ്പെട്ട് തിന്നുണ്ടാക്കിയ ശരീരമാണിത്. ശരീരം വിറ്റ് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ പറയും. നീ എന്തോടാ ആലോചിക്കണേ? അതൊന്നുമില്ല. കുഞ്ഞിൻ്റെ ഒരു 2000 രൂപ എടുക്കാൻ ഉണ്ടാവോ? 2000 രൂപ ഇട്ട് 5 രൂപ എടുക്കാനില്ലല്ലോ. ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ ഒരു 2000 രൂപ അയച്ചു തരുമോ? പോളെ, ഞാൻ ഇവിടെ ആശുപത്രി ചാൻ കിടക്കാന്ന് പറഞ്ഞാൽ 100 രൂപ എടുത്തിന് അയച്ചു തരില്ലല്ലേ. ഇതിപ്പോ എന്തോ ചെയ്യും? കാര്യം എന്ത്? അല്ല ഒരു ഹോട്ടലിൽ നിന്ന് വിളിച്ചിരുന്നു, ഫുഡ് തരാം, 2 മണിക്കൂറത്തേക്ക് മാവേലിയായിട്ട് നിൽക്കാൻ പറ്റുമോ ചോദിച്ചു കുഞ്ഞിൻ്റെ അടുത്ത്. ഞാനാ? ഓടാ, എനിക്ക് പറ്റൂല. അല്ല, നമ്മളിപ്പോൾ അങ്ങനെയാണ് കയറി ഫുഡ് കഴിച്ചതേ. മുതലാളി കുറേ നേരം നോക്കുന്നുണ്ട് നമ്മളെ. നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? മാവേലി ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കണോ അതോ ഇവിടെ നിന്ന് തരുമോ?